ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ റീൽസ് ഇട്ടിട്ടായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടും കുറേ ദിവസമായി, കുറേ നാളായി. ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിനേക്കായി കുറേ നാളായി, കാരണം സമയം കിട്ടുന്നില്ല എന്നൊരു കൺസ്ട്രെയിൻ ആണ് അതിനകത്തുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് സ്റ്റക്കാവുമ്പോൾ, ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെ നമ്മൾ അത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്, എല്ലാം എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുക. എനിക്കാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. ഓപ്പൺ അപ്പ് ചെയ്ത് ഒരു കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇലക്ഷൻ്റെ ആണെങ്കിലും അതിന് മുമ്പും ഒക്കെ തിരക്കും കാര്യങ്ങളായിട്ട് എനിക്കൊരു വീഡിയോയിൽ വന്നിട്ട് കുറച്ച് സംസാരിക്കാനൊന്നും പറ്റാതെ, സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നത് സെൽഫ് റിയലൈസേഷനും കൂടി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീർമുട്ടല്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കണക്ക് നമ്മൾ വെന്റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആരെങ്കിലും അടുത്ത് സംസാരിക്കും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാൾ, നമ്മളെ നല്ലോണം കേൾക്കുന്ന, നമ്മൾ പറയുമ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ യു ആർ സോ ലക്കി. അങ്ങനെ ഒരാൾ നമ്മളെ കേൾക്കാൻ ഉണ്ടെങ്കിൽ യു ആർ സോ ലക്കി. അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നല്ല ഓപ്പണായിട്ട് സംസാരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ യൂസ് ചെയ്യാം, എഴുതുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എഴുതി ഫുള്ള് എഴുതി ഒരു 2-3 പേപ്പർ എടുത്തിട്ട്, എത്ര പേപ്പറോ നിങ്ങൾ നോക്കണ്ട, അങ്ങ് എഴുതി മനസ്സിൽ നിന്ന് എല്ലാം പുറത്തു വന്നിട്ട് അതങ്ങ് കത്തിച്ചളയുക. ഓക്കെ, അങ്ങനെ 2-3 വട്ടം കഴിഞ്ഞ് നമ്മൾ ഒന്ന് എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. ലെറ്റ് ഇറ്റ് ബി. നമുക്ക് എങ്ങനെയാണോ ആ ഫീലിങ്സ് വരുന്നത് അത് കണക്ക് തന്നെ എഴുതുക. അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കുക. നമ്മളുടെ ഇനിയുള്ള പാറ്റേൺ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഇനിയുള്ള ജേണി എങ്ങനെ ആയിരിക്കണം ഒന്ന് അനലൈസ് ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിക്കണം, 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങ് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ മാത്രമേ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിന് സംസാരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇനി ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് ടു മീ. നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി, ചേച്ചി എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഞാൻ ടൈം നോക്കിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എന്ന് സംസാരിക്കാം. അത്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ, ആരും സംസാരിക്കാൻ ഇല്ല എന്ന കണ്ടീഷൻ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയമായിട്ടിങ്ങനെ സംസാരിക്കാം. അതായത് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാം. അങ്ങ് എന്താ ഒന്ന് ഓപ്പൺ അപ്പ് ആവുക. ആരെങ്കിലും അടുത്ത് സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരും. അല്ലാതെ നമ്മൾ ഈ ഫീലിങ്സ് എല്ലാം കൂടി മനസ്സിൽ കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ടൊരു ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്ക് മാറ്റണമെങ്കിൽ നമ്മൾ വെന്റിലേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മൾ പുറത്തോട് സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ കുറേ ടെക്നിക്ക് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുക, ഞാൻ ഇനി കരയും, ഞാൻ കരഞ്ഞു പോകും എന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിനോട് പറയാം ഐ എം ഹാപ്പി എന്ന് മനസ്സിനോട് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ച് വരും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടാക്കാൻ നോക്കുക, വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചിരിക്കാൻ ജോക്കറിനെ കണക്ക് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസിന് അവർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഷീസ് ഹാപ്പി എന്ന് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ബി സ്റ്റക്ക്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ പോവുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു അനക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊമെൻ്റത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ നോ ഹൗ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതിനകത്ത് എങ്ങനെ പുറത്ത് വരണമെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അപ്പം കുറേ ദിവസമായിട്ട് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, കുറേ പ്രഷർ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബ്ലോക്കായിരുന്നു മൈൻഡിൽ. എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞാൻ ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ. അത് കണക്ക് നിങ്ങളുടെ മൈൻഡിനെയും ബ്ലോക്ക് മാറ്റാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് നമുക്ക് കുറേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യാം. പറ്റുന്ന സമയം വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരുപാട് പേര് അറിയിച്ചു മിസ് ചെയ്യുന്നുണ്ട്, റീൽ ചെയ്യണം, ഫുൾ ലെങ്ത് റീൽ ചെയ്യണം, വീഡിയോ ചെയ്യണം, യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സോറി ഫോർ ഓൾ ദാറ്റ്. എനിക്ക് നിങ്ങളെ അന്വേഷണവും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഭയങ്കര വാല്യുബിൾ ആണെന്ന് എനിക്ക് തോന്നുന്ന സമയങ്ങൾ അതൊക്കെ. അപ്പോൾ താങ്ക് യു ഈച്ച് വൺ ഓഫ് യു. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് അടിപൊളിയായിട്ട് ചെയ്യണം. കുറേ എഫക്റ്റീവായിട്ട് കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. നമ്മുടെ 4am ക്ലബ്ബ് നാളെ റീസ്റ്റാർട്ട് ചെയ്യും. എല്ലാം ബാക്ക് ടു നോർമൽ ആവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. താങ്ക് യു. ലവ് യു ഓൾ.